ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ആദ്യത്തെ വ്ളോഗാണേ. എനിക്ക് ഈ കാര്യത്തിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും കാണത്തില്ല. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെ: രാവിലെ നേരത്തെ എണീറ്റ് ഫ്രഷായിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഒരു 15 മിനിറ്റ് യോഗ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുക്കളയിലോട്ട് വരുന്നത് കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന മുട്ടക്കറിയും ഇടിയപ്പമാണ്. അപ്പോൾ ഇതെന്നും ഈ റുട്ടീനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. മൺഡേ ടു ഫ്രൈഡേ പക്ക ഇത് തന്നെ ആയിരിക്കും. പക്ഷേ സാറ്റർഡേ സൺഡേ എൻ്റെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. സാറ്റർഡേ മോൾക്ക് സ്കൂളുണ്ടെങ്കിൽ അതനുസരിച്ച്, സ്കൂളില്ല എങ്കിൽ മിക്കവാറും കയ്യിൽ നിന്ന് പോകാറുണ്ട്. സൺഡേ ഒട്ടും പറ്റത്തില്ല. ബാക്കി ഡേയ്സ് ഞാനിത് ഫോളോ ചെയ്യുന്നതാണ് ഈ റുട്ടീൻ. പിന്നെ മുട്ടക്കറി ആയി. ഇടിയപ്പത്തിന് ഇവിടുത്തെ അരിപ്പൊടിയും കൊണ്ട് നോക്കിയിട്ട് പറ്റിയില്ല. പിന്നെ ഇന്നലെ ഇവിടെ ഒരു കടയുണ്ട്, ഹിന്ദിക്കാരുടെ കടയാണ്. അവിടെ നമ്മുടെ മലയാളി സാധനങ്ങൾ വരും. അങ്ങനെ ഡബിൾ ഹോസിൻ്റെ ഇടിയപ്പപ്പൊടി കിട്ടി. അതുകൊണ്ട് അത് സെറ്റായി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോളെ വിളിക്കാൻ പോയി. അവൾക്കൊരു ചൂടുവെള്ളം കൊടുക്കും കുടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ബെഡൊക്കെ സെറ്റ് ചെയ്തു. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കമ്പിളിയൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ക്യാപ്പൊക്കെ വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നത്. അത്രയും നല്ല തണുപ്പായിരുന്നു. അതിനിപ്പോൾ കുറഞ്ഞ് വരികയാണ്. പിന്നെ ഈ സാധനം അറിയുമോ, ഈ സ്ലീപ്പിംഗ് ബാഗ്. ഞാനിത് ഇവിടെ വന്നതിന് ശേഷം കണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് സാധനം. ഇതിലാണ് ഞാൻ ഉറങ്ങാറ്. നല്ല സുഖം ഉറങ്ങാൻ, തണുക്കത്തേയില്ല. പിന്നെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ചേട്ടനാണ് ഇന്ന് നേരത്തെ പോകേണ്ടത്. അപ്പോൾ ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നിച്ചുവിനെ ഒരു കമ്പോലാണ്. നിച്ചുവിൻ്റെ ടൈ കെട്ടുന്നതാണ് ഇത് ശരിക്കും സ്വെറ്റർ ഇടുന്നതിന് മുമ്പാണ് കെട്ടേണ്ടത്. പക്ഷേ ഇന്ന് സ്വെറ്റർ ഇട്ടതിന് ശേഷമാണ്. അതുകൊണ്ട് ഇത്രയും ടഫായിരുന്നു. പിന്നെ മുടിയൊക്കെ കെട്ടി. പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ നല്ലതായിട്ട് മുഖമൊക്കെ ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ക്രീം അങ്ങ് വാരി അങ്ങ് തേക്കണം. ക്രീം തേച്ചിലേ ഇങ്ങനെ ഉണങ്ങി വരണ്ട് പോകും മുഖം. ഇത് നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നാമം ചൊല്ലാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞു നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുഞ്ഞ് പോകുന്നിടം വരെയുള്ള റുട്ടീനാണിത്. താങ്ക് യു.